എടാ ജയ്, ആർ യു ഗോയിങ് ബാക്ക് ടു ഇന്ത്യ? ക്രിസ്റ്റി, എടാ ഞാൻ ഇന്നലെ നൈറ്റ് വരെ നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതിനെപ്പറ്റി ഒരു വാക്ക് എന്നോട് നീ എക്സ്ക്യൂസ് മീ സർ, ദ ഫ്ലൈറ്റ് വിൽ ബി ഡിലേഡ് ഫോർ an hour. ഓക്കെ. 5 വർഷം മുന്നേ നീയല്ലേ എന്നോട് പറഞ്ഞേ ഇനി നാട്ടിലോട്ട് തിരിച്ചില്ല എന്ന്. ഒരിക്കലും തീരുമാനം മാറ്റാത്ത നീ ഇപ്പോൾ നാട്ടിൽ പോകണമെങ്കിൽ സംതിങ് ഫിഷി. അന്ന് ഇന്ത്യയിൽ നിന്ന് നീ ഇവിടെ തിരിച്ചു വന്നപ്പോൾ നിന്റെ കണ്ണിൽ ഞാൻ ഇവിടുന്ന് പോയ ജെ അല്ല കണ്ടേ. അന്ന് ഞാൻ കണ്ടത് എന്തൊക്കെ നേടാനും വെട്ടിപ്പിടിക്കാനും പിന്നെ ആരോടൊക്കെയുള്ള നിന്റെ വാശിയും ചങ്കൂറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിന്റെ കണ്ണുകളിൽ പഴയ ആ ജയെ എനിക്ക് കാണാം. എടാ, അന്നേ നിന്നോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. അന്നത്തെ നിന്റെ സിറ്റുവേഷൻ അതായിരുന്നു. നിനക്ക് എന്താ അവിടെ ഉണ്ടായേ? നിന്റെ മാറ്റങ്ങൾക്കുള്ള കാരണം എന്താ? പിന്നെ നിലയിച്ചിക്ക് എന്താ? ഓ, ഇതിനിപ്പോ ആരെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? എങ്ങോട്ട്? ഇന്നത്തെ പാർട്ടിയുടെ കാര്യം മറന്നോ? പാർട്ടി? എന്തു പാർട്ടി? ജയ്, എന്തു പാർട്ടി? ക്രിസ്റ്റി, അത് ക്രിസ്റ്റി, യു ക്യാൻ ഓൾസോ ജോയിൻ. തന്നെ വിളിച്ചില്ല എന്ന് വേണ്ട. എന്റെ ഡാഡ് കാരണമാ ജയ് ഈ ഫീൽഡിൽ വന്നതും ഇപ്പോൾ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിനുള്ള അവാർഡ് വിൻ ചെയ്തതും. സോ അതിന്റെ ഒരു ഗ്രാൻഡ് പാർട്ടി. ആൻഡ് ഓൾസോ വി ആർ ഗോയിങ് ടു അനൗൺസ് അവർ എൻഗേജ്മെന്റ് ഡേറ്റ്. നാൻസി, എനിക്ക് വരാൻ കഴിയില്ല. എനിക്ക് ഇന്ത്യയിലോട്ട് തിരിച്ചു പോകണം. ഇതെന്താ പെട്ടെന്ന്? ബേബ്, അതെ, ഒന്നും തോന്നല്ലേ. പിടിച്ചു നിൽക്കാൻ കുറെ ശ്രമിച്ചു, പക്ഷേ പറ്റുന്നില്ല. നിനക്കും നിന്റെ അപ്പനും ഒരു വിചാരമുണ്ട്, ഈ മ്യൂസിക് ഇൻഡസ്ട്രിയെ നിന്റെയൊക്കെ കാൽക്കീഴിലാണെന്ന്. അവൻ ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കഴിവ് കൊണ്ട് തന്നെയാവും, അല്ലാതെ നിന്റെയൊക്കെ കൊണ്ടല്ല. ഈവനിങ് കൃത്യം 4 മണിക്ക് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഇതൊക്കെ ഒരുക്കി കിട്ടി. എടോ, ആ പ്രൊഡ്യൂസറിനോട് ഞാൻ എന്ത് പറയും? ഒന്നാതെ അയാളുടെ വായിരിക്കുന്നത് കേൾക്കാൻ മാത്രമേ എനിക്ക് ടൈം ഉള്ളൂ. ഇതിപ്പോൾ സാറിന്റെ തെറ്റല്ലല്ലോ. എന്ത്, നായകൻ എത്തിയില്ലെന്നോ? എടോ, പൈസ ചിലവാക്കുന്നത് ഞാനാ, പക്ഷേ ഈ പൈസ ഇറക്കുന്നത് മേഡമാ. എടോ, മേഡത്തിനോട് എന്ത് പറയും? ഭരത്, ഇതെന്താ ഇത്ര പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞു? അത് മാഡം, ഹീറോ ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നാണല്ലോ ആ ഹിന്ദി മൂവിയുടെ ഓഡിയോ ലോഞ്ച്. ഇവാൻ എന്നോട് പറഞ്ഞിരുന്നു. മാഡം, ഹീറോ എത്തിയിട്ടുണ്ട്.
ജിമ്മി. ഓ സോറി, അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. സൂപ്പർ സ്റ്റാർ ഇവാൻകാസ്, അതാണല്ലോ തന്നെ ഇപ്പോൾ എല്ലാരും വിളിക്കുന്ന നെയിം. ഹേയ്, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? താനിപ്പോൾ വലിയ തിരക്കൊക്കെയുള്ള ഫിലിം സ്റ്റാർ അല്ലേ? സോ അതിനനുസരിച്ച് ഞങ്ങൾ നിൽക്കണ്ടേ? എന്താ കാര്യം? കാര്യം നമുക്ക് 5 വർഷം ഒന്ന് പിന്നിലോട്ട് പോയാലോ? അതാകുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാകും. പിന്നീട് ഓർത്തെടുക്കുമ്പോൾ അധികം ബുദ്ധിമുട്ടുണ്ടാകില്ല, അല്ലേ ജിമിൻ? ഈ സ്റ്റോറി തുടങ്ങുന്നത് കേരളത്തിലെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാട്. അവിടുത്തെ തമിഴ് ബ്രാഹ്മണ അഗ്രഹാരം കൽപ്പാത്തി. ജാനി, നീ എവിടെയാ? ദിയ വന്നു കേട്ടോ, നീ പോകുന്നില്ലേ? ദിയേച്ചി പോകാം. വാ. மரக்காடு பெருசுதா, சின்ன குச்சி ஒசரம் சிறுசுதா, ஒரு தீ குச்சி விழுந்து புடிக்கிறடி, கரும்புக்கு மரக்காடு வெடிக்குதடி. உசுரே போகுது உலட்ட நீ கொஞ்சம் சுழிக்கையில. ஓ மாவ தவிக்கிற மடிப்பிச்ச கேட்கிற மனச தாடிய மணிக்குயில. அக்கறை சீமையில் நீ இருந்தோ ஐந்திர தீண்டின நினைக்கிறடி. തന്റെ പേരോ? എന്താ? ആഹാ, അടിപൊളി. ഇവളെ ഡി നീങ്ങ വന്നേ. ദിയേച്ചി എന്താ ഇത്? വരാൻ എന്റെ കയ്യിൽ നിന്ന് വിട്ടേ. ജാനി വന്ന് കേറിയില്ല, അതിന്റെ ഇടയിൽ തന്നെ സീനിയറിന്റെ നെയിം അറിയാൻ നടക്കുന്നു, അതും ആ അസുരന്റെ. ഒരാൾക്ക് അസുരൻ, ഒരാൾക്ക് രാവണൻ. അപ്പൊ എനിക്കോ? എന്താ? ഒന്നുമില്ല ദിയേച്ചി. ജാനി, നാട്ടിൽ കാണിക്കുന്ന പോലത്തെ കുറുമ്പുകളൊന്നും ഇവിടെ ഇറക്കാൻ നിൽക്കല്ലേ. ഇത് നമ്മുടെ നാടല്ല, പിന്നെ ഇവിടുത്തെ ആൾക്കാരൊന്നും നീ വിചാരിക്കുന്ന പോലെ അല്ല. ഓ ആയിക്കോട്ടെ. ദിയേച്ചി, അപ്പോൾ ബദ്രിയേട്ടനോ? നീ ബദ്രിയോടും മിണ്ടണ്ട. ഓ അത് വിട്, ആദ്യം ഹോസ്റ്റലിൽ അഡ്മിഷൻ കൺഫേം ചെയ്യണം. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഓഫീസിൽ നിന്ന് ഫോം എടുത്തിട്ട് വരാം. വേറെ എങ്ങും പോവല്ലേ? ഇല്ല ചേച്ചി, ഞാൻ ഇവിടെ നിൽക്കാം. ശരി. ആരോടും മിണ്ടിക്കൂടാ, പക്ഷേ ഈ ജാനിക്ക് അത് പറ്റില്ലല്ലോ. അവിടെ എന്താ? ഏയ് ഇങ്ങ വാ. എന്നെയാണോ? നമ്മ ഒരു പൊണ്ണ്. എവിടെയാ നിന്റെ വീട്? പാലക്കാട് കൽപ്പാത്തി. ഹാഫ് മലയാളി ഹാഫ് തമിഴ്. മനസ്സിലായി. ஹே பாப்பா, எனக்கு உன்னை பார்த்தா எதுவோ பேரு தெரியாத ஃபீலிங்ஸ் எல்லாம் தோணுது. பாக்குறதுக்கு நீ அவ்வளோ அழகு. உன்னோட உடம்ப பாரு. நான் இதே காலேஜ் படிக்கிறேன். எந்த பொண்ணுகளுக்கும் இப்படி ஒரு உடம்பு கிடையாது. உனக்கு என் கூட படுக்க முடியுமா? ஒரே ஒரு ராத்திரி போதும். சொல்லு.
போதும் அங்கே பாரு. രാവണൻ എന്താ ഇവിടെ? നിങ്ങൾക്കാർക്കും ക്ലാസ് ഇല്ലേ? ക്ലാസ് ഉണ്ട് ചേട്ടാ. പിന്നെ എന്താ ഇവിടെ? അത് ഞങ്ങള് വെറുതെ പരിചയപ്പെടാൻ. ദേ ആ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നേ? അത് നോ റാഗിങ്. നോ റാഗിങ് ആണല്ലോ. പിന്നെന്താ ഇവിടെ നടക്കുന്നേ? അത് ചേട്ടാ ഞങ്ങള് വെറുതെ കുട്ടി. വെറുതെ നീ ഇവരെയൊക്കെ പ്രിൻസിപ്പലിന്റെ റൂമിൽ കൊണ്ടുപോ. ഞാൻ സാറിനോട് പറഞ്ഞേക്കാം. അയ്യോ ചേട്ടാ വേണ്ട, വീട്ടിലറിഞ്ഞ ആകെ കുഴപ്പമാവും. ചേട്ടാ ഞങ്ങള് വെറുതെ ഞങ്ങള് ജസ്റ്റ് പരിചയപ്പെടാൻ. പ്ലീസ് ചേട്ടാ പ്ലീസ്. എടാ അവര് ജസ്റ്റ് പേരല്ലേ ചോദിച്ചോളൂ. അതിന് പ്രിൻസിപ്പാളിന്റെ അടുത്തൊക്കെ ആരൊക്കെ ഇവരെ സംരക്ഷിച്ചാലും തെറ്റ് ചെയ്താൽ അത് ആരാണെങ്കിലും അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കും. അതുകൊണ്ട് നിങ്ങള് പ്രിൻസിപ്പലിന്റെ അടുത്ത് പോ. ചേട്ടാ പ്ലീസ് പ്ലീസ് ചേട്ടാ. ബദ്രീട്ട പെങ്ങളെ പ്ലീസ് ഒന്ന് പറ. ബദ്രീട്ട അവര് എന്നോട് പേര് മാത്രമേ ചോദിച്ചോളൂ, വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല. അവരെ പ്രിൻസിപ്പാളിന്റെ അടുത്ത് വിടണ്ട. ആ ഓക്കെ നിങ്ങൾ ക്ലാസ്സിൽ പോ. ദേ ഇനി ഇത് ആവർത്തിക്കല്ലേ. ഇല്ല ചേട്ടാ. ആ ശരി പൊയ്ക്കോ. ബദ്രി നീ ഇതെന്തറിഞ്ഞിട്ടാ? അവരെ ചുമ്മാ വിടാനോ? എടാ പിള്ളേരല്ലേ, നീ നടങ്ങ്. തന്നോടവര് മോശമായിട്ട് ഒന്നും പറഞ്ഞില്ലേ? ജാനി നീ എവിടെ? എടാ ഞാനിവിടെ ഉണ്ട്. ജാനി നീ ഇതെവിടെയായിരുന്നു ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട്? എന്താ ബദ്രി, എന്താ ഉണ്ടായേ? ഒന്നുമില്ല ദിയേച്ചി, കുറച്ച് സീനിയേഴ്സ് വന്നു, എന്നെ റാഗ് ചെയ്തു. ആരാ അവര്? എന്റെ ദിയേച്ചി. അതിനു മുന്നേ ഈ ബദ്രിയേട്ടനും പിന്നെ ഈ രാവണനും വന്നത് കൊണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല. ബദ്രി വാ. അതെ രാവണ, തന്റെ പേര് പറഞ്ഞിട്ട് പോടോ. എടാ നിനക്ക് എന്തിന്റെ കേടായിരുന്നു? ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് കാല് കുത്തിയില്ല, അതിന്റെ ഇടയ്ക്ക് അവൻ ഉണ്ടാക്കായി. ഒരു രാവണൻ ബ്ലഡി. അവനെ ഞാൻ വെറുതെ വിടില്ല ജസ്റ്റി. അവനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. എടാ പുല്ലേ, നീ കഴിഞ്ഞ അവനിട്ട് ഉണ്ടാക്കിയതല്ലേ, അവസാനം എന്തായി? സസ്പെൻഷൻ ആർക്കാണ് കിട്ടിയത്? ഹാ അതെങ്ങനെയാ? മറ്റവൻ കയറി വന്ന് എല്ലാം നശിപ്പിച്ചില്ലേ? ആ അസുരന്റെ വലം കൈ. എടാ എബി, അവന്റെ കൂടെ അവന്മാരുള്ളിടത്തോളം കാലം നമുക്ക് അവന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല. നമുക്ക് അവന്റെ മുന്നിൽ ജയിക്കണമെങ്കിൽ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് ഇല്ലാണ്ടാക്കണം. ആ അസുരന്റെ മുന്നിൽ നമുക്ക് ജയിക്കാൻ അവന്റെ എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് നമുക്ക് കിട്ടാതിരിക്കില്ല. അതുവരെ നീ ഒന്ന് പൊടിക്കടങ്ങ്.
റൂം തരക്കേടില്ല. അയ്യോ, ഞാൻ ഒരാളുടെ കാര്യം മറന്നു. എന്റെ കുഞ്ഞകൃഷ്ണ, നീ എന്നോട് ക്ഷമിക്ക്. ഈ ജാനി ഇന്ന് നിന്നോടൊന്നും മിണ്ടിയിട്ടില്ല. അതെങ്ങനെയാ? ഇപ്പോൾ ഈ ജാനിയുടെ മനസ്സിൽ വേറെ ഒരാളല്ലേ? നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിന്നോട് ഞാനൊന്നും മറക്കാറില്ലല്ലോ. എന്നും പറഞ്ഞ് ഈ ജാനിക്ക് എന്റെ കുഞ്ഞികൃഷ്ണനോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടില്ല കേട്ടോ. പുരാണത്തിലെ രാവണൻ അസുരന്മാരുടെ രാജാവ്, ക്രൂരതയുടെ പര്യായം, മനുഷ്യ സ്ത്രീകളെയും ദേവതകളെയും പോലും വെറുതെ വിടാത്തവൻ. എന്നാൽ ഇതിനെല്ലാം ഒരു അറുതി വന്നത് നളകുബേരയുടെ ശാപം കൊണ്ട്. കാരണം നളകുബേരയുടെ ഭാര്യയെ രാവണൻ അതിക്രൂരമായി പീഡിപ്പിച്ചു. അതിൽ ക്രോധനായ അദ്ദേഹം അയാളെ ശപിച്ചു. അയാളായി സ്വീകരിക്കുന്ന സ്ത്രീയല്ലാതെ മറ്റൊരു സ്ത്രീയെ സ്പർശിച്ചാൽ അയാൾ ഒരു പിടി ചാരമാവും. ആ ശാപം ഉള്ളത് കൊണ്ട് തന്നെയാണ് ജാനകിയെ അയാൾ തൊടാഞ്ഞത്. കഥയറിയാതെ ചിലർ ഒരു അസുരനെ ദേവനെ വെച്ച് ഉപമിച്ചുകൊണ്ട് എന്തൊക്കെയോ എഴുതി കൂട്ടുന്നു. എന്നാൽ ഇവിടുത്തെ രാവണനോ സ്ത്രീകളെ ബഹുമാനിക്കുന്നവൻ. അവന്റെ 10 തലയിലെ ചിന്തകൾ അത്രയും ശുദ്ധിയുള്ളതായിരിക്കും, അല്ലേ? എന്റെ കുഞ്ഞകൃഷ്ണ, ഈ ജാനകിയുടെ രാമനാണോ ആ രാവണൻ? എനിക്ക് അയാളോട് പ്രേമം. ഹായ്, ഐ എം കാതറിൻ ഫ്രാൻസിസ് പുലിക്കാട്ടിൽ. എന്റെ പേര് ജാനകി വാസുദേവ്. എന്നെ ജാനി എന്ന് വിളിക്കാം. അത് മനസ്സിലായി. ആരാ കക്ഷി? അത് മൂപ്പര് സീനിയർ അല്ലേ? ഇതെങ്ങനെ മനസ്സിലായി? എന്നാ ചെയ്യാനാ, ഫസ്റ്റ് ഇയർ ആണെങ്കിലും എനിക്ക് ഇവിടെയുള്ള എല്ലാരെയും അറിയാം. പിന്നെ ഈ രാവണൻ എന്ന പേരുള്ള കന്യ രാമനെയും. ബദ്രി, സസ്പെൻഷൻ കഴിഞ്ഞിട്ട് അവൻ ഇതുവരെ തിരിച്ച് ജോയിൻ ചെയ്തില്ലല്ലോ. വിളിച്ചിട്ടോ ഫോൺ സ്വിച്ച് ഓഫും. ആർക്കറിയാം, വഴിയിൽ കണ്ട ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് സൊല്ലി നിൽക്കുമായിരിക്കും. ബദ്രി, നീ ചുമ്മാ അവനെ പറ്റി അനാവശ്യം പറയല്. എന്റെ ബദ്രിനാഥ, നീ ഇത് കേട്ടോ? അല്ലെങ്കിലും നീ അവൻ ചെയ്യുന്നത് ഒന്നും കാണില്ലല്ലോ. എന്തൊക്കെയായാലും അവൻ നിന്നെ പോലെയല്ല. അതെ, അവൻ എന്നെ പോലെയല്ല. രുദ്രമാനസ, ലിയാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ലൈബ്രറി. ചേടാ, ഡിഎച്ചിയുടെ ബുക്സ് ഞാൻ എവിടെ പോയി നോക്കാനാ? ഇവിടെ ചോദിച്ചു നോക്കാം. മാം, ഈ 4th ഇയർ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ബുക്സ് അത് ആ കാണുന്ന സെക്ഷനില്ല. ആ സെക്ഷനിലാണോ? താങ്ക് യു.
ഇവിടെ ഇനി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതാണോ ഈ ബുക്സ്? ആ ബുക്ക് പോയോ? വേറെ ഓതറിന്റെ നോക്കാം. വേറെ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേര് ഇവിടെ ഇത് ഇതെടുത്തേക്കാം. ചേടാ, ഇതാരാ?